ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഉപകാരപ്രദമെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. തീം എന്താണ്? ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. ലോകാരോഗ്യ ദിനത്തിൻ്റെ 2025 തീമാണ് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. രാജ്യത്ത് സർക്കാർ മേഖലയിലുള്ള ആദ്യ ഓൺലൈൻ ടാക്സി സർവീസായ കേരള സവാരി നടപ്പാക്കുന്നതിനായുള്ള ആപ്പാണ് കേരള സവാരി ആപ്പ്. എന്താണ് കേരള സവാരി ആപ്പ്? രാജ്യത്ത് സർക്കാർ മേഖലയിലുള്ള ആദ്യ ഓൺലൈൻ ടാക്സി സർവീസ് കേരള സവാരി നടപ്പാക്കുന്നതിനായുള്ള ആപ്പാണ് കേരള സവാരി ആപ്പ്. തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ടാക്സി സംവിധാനമാണ് നമ്മായാത്രി. എന്താണ് നമ്മായാത്രി? തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ടാക്സി സംവിധാനമാണ് നമ്മായാത്രി. സ്പെയ്ഡെക്സ് ദൗത്യത്തിനൊപ്പം വിക്ഷേപിച്ച പോയം 4 ഭൂമിയിലേക്ക് തിരിച്ചെത്തിച്ചു. എന്താണ് പോയം 4? ബഹിരാകാശത്ത് ആദ്യമായി ഇന്ത്യയുടെ പയർവിത്തുകൾ മുളപ്പിച്ചത് പോയം 4 എന്ന പേടകത്തിലാണ്. ഡിസംബർ 30 സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിനുള്ള 2 ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച PSLV C-60 വിക്ഷേപണ വാഹനത്തിൻ്റെ മുകൾ ഭാഗമാണ് പോയം 4. പോയം 4ലാണ് പയർവിത്തുകൾ ബഹിരാകാശത്താദ്യമായി ഇന്ത്യയുടെ പയർവിത്തുകൾ മുളപ്പിച്ച പേടകമേതാണ്? പോയം 4. പോയം 4 എന്നാൽ PSLV ഓർബിറ്റൽ എക്സ്പെരിമെൻറ്റ് മൊഡ്യൂൾ 4. പോയം 4 എന്താണ്? PSLV ഓർബിറ്റൽ എക്സ്പെരിമെൻറ്റ് മൊഡ്യൂൾ 4. മിത്രവിഭൂഷണ ബഹുമതി നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലഭിച്ചു. ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് മിത്രവിഭൂഷണ. ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് മിത്രവിഭൂഷണ. വിവരാവകാശ അപേക്ഷകളിൽ നിയമപ്രകാരം അനുവദനീയമായ രേഖകൾ സഹകരണ സംഘങ്ങൾ നൽകണമെന്ന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളുമായി ചേർന്നുള്ള ഇന്ത്യൻ നാവികസേനയുടെ സംയുക്ത അഭ്യാസമാണ് ഇന്ത്യൻ ഓഷൻ ഷിപ്പ് സാഗർ. എന്താണ് ഇന്ത്യൻ ഓഷൻ ഷിപ്പ് സാഗർ? വിവിധ രാജ്യങ്ങളുമായി ചേർന്നുള്ള ഇന്ത്യൻ നാവികസേനയുടെ സംയുക്ത അഭ്യാസമാണ് ഇന്ത്യൻ ഓഷൻ ഷിപ്പ് സാഗർ. കാർവാർ നാവികസേനാ താവളത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. എന്താണ് പ്രൊജക്ട് സീബേഡ് എന്ന് നോക്കാം. കാർവാർ നാവിക താവളത്തിൽ 10 കപ്പലുകൾക്ക് ഒരേ സമയം നങ്കൂരമിടാനും അറ്റകുറ്റപ്പണിക്കും സൗകര്യമൊരുക്കുന്ന പ്രൊജക്റ്റാണ് പ്രൊജക്ട് സീബേഡ്. എന്താണ് പ്രൊജക്ട് സീബേഡ്? കാർവാർ നാവിക താവളത്തിൽ 10 കപ്പലുകൾക്ക് ഒരേ സമയം നങ്കൂരമിടാനും അറ്റകുറ്റപ്പണിക്കും സൗകര്യമൊരുക്കുന്ന പ്രൊജക്റ്റാണ് പ്രൊജക്ട് സീബേഡ്. ഐതിഹ്യമാലയുടെ കർത്താവ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ബ്രിട്ടൻ അവകാശവാദം ഉയർത്തുന്ന ഫോക്ലാൻഡ് ദ്വീപിനുമേൽ അർജന്റീനയ്ക്കാണ് പരമാധികാരമെന്ന് ക്യൂബ പറയുന്നു. 1982 നടന്ന ഫോക്ലാൻഡ് യുദ്ധത്തിൽ വാർഷിക വേളയിലാണ് ക്യൂബ ആവർത്തിച്ച് പിന്തുണ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽപാലമാണ് പാമ്പൻ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽപാലമാണ് പാമ്പൻ പാലം. പാമ്പൻ പാലം തമിഴ്നാട്ടിലെ രാമനാഥപുരം മണ്ഡപം മുതൽ രാമേശ്വരം വരെയുള്ള റെയിൽപാലമാണ് പാമ്പൻ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽപാലമാണ് പാമ്പൻ പാലം. എവിടെ മുതൽ എവിടെ വരെയാണ്? തമിഴ്നാട്ടിലെ രാമനാഥപുരം മണ്ഡപം മുതൽ രാമേശ്വരം വരെ. തമിഴ്നാട്ടിലെ രാമനാഥപുരം മണ്ഡപം മുതൽ രാമേശ്വരം വരെ. കപ്പലുകൾക്ക് കടന്നു പോകാൻ കഴിയും വിധം നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽപാലവും ഇതുതന്നെയാണ്. 115 യാത്രക്കാരുള്ള ട്രെയിൻ കടൽ വിഴുങ്ങുകയും ധനുഷ്കോടിയെ പ്രേത നഗരമാക്കുകയും ചെയ്ത 1964 ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ കെടുതികളുടെ സ്മാരകമായിരുന്നു പാമ്പൻ പാലം. ആ പാമ്പൻ പാലത്തിന് പകരമാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് പാമ്പൻ പാലത്തിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽപാലമാണ്. കപ്പലുകൾക്ക് കടന്നു പോകാൻ കഴിയും വിധം നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽപാലം
പാമ്പൻ പാലം തന്നെയാണ്. എവിടെ മുതൽ എവിടെ വരെയാണ്? തമിഴ്നാട്ടിലെ രാമനാഥപുരം മണ്ഡപം മുതൽ രാമേശ്വരം വരെയുള്ള റെയിൽപാലമാണിത്. 115 യാത്രക്കാരുള്ള ട്രെയിൻ കടൽ വിഴുങ്ങുകയും ധനുഷ്കോടിയെ പ്രേതനഗരമാക്കുകയും ചെയ്ത 1964 ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ കെടുതികളുടെ സ്മാരകമായിരുന്നു പാമ്പൻ പാലം. ആ പാമ്പൻ പാലത്തിനെ പുതുക്കിയതാണ് പുതിയ പാമ്പൻ പാലം. നമുക്ക് എന്താണ് സഹയാത്രിക എന്ന് നോക്കാം. നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി വിവിധ സ്ഥലങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും യാത്ര ചെയ്യാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തും പോലീസും ചേർന്നൊരുക്കിയ പദ്ധതിയാണ് സഹയാത്രിക. എന്താണ് സഹയാത്രിക? നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതരായി വിവിധ സ്ഥലങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും യാത്ര ചെയ്യാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തും പോലീസും ചേർന്നൊരുക്കിയ പദ്ധതിയാണ് സഹയാത്രിക. എന്താണ് കാവൽ? കുറ്റകൃത്യങ്ങൾ പെടുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ കൊണ്ടുവന്ന ബോധവൽക്കരണ പരിപാടിയാണ് കാവൽ. കുറ്റകൃത്യങ്ങൾ പെടുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ കൊണ്ടുവരുന്ന ബോധവൽക്കരണ പരിപാടിയാണ് കാവൽ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? സാറ ജോസഫിന്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി സാറ ജോസഫിൻ്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആലാഹയുടെ പെൺമക്കൾ, മാറ്റാത്തി, ഒതപ്പ്, ഊരുകാവൽ, ആളോഹരി ആനന്ദം, ആദി, ബുധിന, കറ തുടങ്ങിയ രചനകൾ മലയാള നോവൽ ചരിത്രത്തിൽ സാറ ജോസഫിൻ്റെ സംഭാവനകളാണ്. ആലാഹയുടെ പെൺമക്കൾ, ബുധിനി, ഒതപ്പ് ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പാപത്തറ, നിലാവ് അറിയുന്നു, ഒടുവിലത്തെ സൂര്യകാന്തി തുടങ്ങി 15ഓളം കഥാസമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സാറ ജോസഫ്. സാറ ജോസഫിന് 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2ാമത് അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ വേദി വർക്കല. 2ാമത് അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ വേദി ഏതാണ്? വർക്കല. 6th ബിംസ്റ്റെക് സമ്മിറ്റ് ഏപ്രിൽ 2025 ബാങ്കോക്കിലാണ് നടക്കുന്നത്. തായ്ലൻഡാണ്. 6th ബിംസ്റ്റെക് സമ്മിറ്റ് എവിടെ നടക്കും? 4 ഏപ്രിൽ 2025 നടന്നു. ബാങ്കോക്ക്, തായ്ലൻഡാണ് വേദി. 2027 വേദി 7ാമത്തെ ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയിലായിരിക്കും. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയാണ് ഇപ്പോൾ നടന്നത്. ഏതാണ്? 4 ഏപ്രിലിന് ബാങ്കോക്ക്, തായ്ലൻഡിൽ. ബിംസ്റ്റെക്കിൽ ആരൊക്കെ ഉണ്ട്? ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമർ, തായ്ലൻഡ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബിംസ്റ്റെക്. എന്താണ് ബിംസ്റ്റെക്? ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമർ, തായ്ലൻഡ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബിംസ്റ്റെക്. ബിംസ്റ്റെക് എന്നാൽ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്നാണ്. ബിംസ്റ്റെക് എന്താണ്? ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്നാണ്. ദക്ഷിണേന്ത്യയിലെയും തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും 7 രാജ്യങ്ങളുടെ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ബിംസ്റ്റെക്. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടി വേദി തായ്ലൻഡാണ്. 7ാമത്തത് നമ്മുടെ ഇന്ത്യയാണ്. 7ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി എന്നത് ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യൻ സിനിമയുടെ മികച്ച നടന്മാരിൽ ഒരാളായിരുന്ന മനോജ് കുമാർ കഴിഞ്ഞ ദിവസം അന്തരിച്ചിരുന്നു. അദ്ദേഹത്തിന് 92 പത്മശ്രീയും 2015 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ മനോജ് കുമാർ എന്നത് അന്തരിച്ചതുകൊണ്ട് ഇദ്ദേഹത്തെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനിയാണ് ചിത്ര പൗർണമി നാളിൽ മാത്രം ഭക്തർക്ക് പ്രവേശനമുള്ള ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം ഏതാണ്? പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന കണ്ണകി ക്ഷേത്രമായ മംഗളാദേവി ക്ഷേത്രം. അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. വർഷത്തിൽ ഒരിക്കൽ ചിത്ര പൗർണമി നാളിൽ മാത്രം ഭക്തർക്ക് പ്രവേശനമുള്ള ക്ഷേത്രം ഏതാണ്? പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന കണ്ണകി ക്ഷേത്രമായ മംഗളാദേവി ക്ഷേത്രം. അവിടെയാണ് ചിത്ര പൗർണമി ഉത്സവം നടക്കുന്നത്. കേരളവും തമിഴ്നാടും കൂടെ സംയുക്തമായിട്ടാണ് ചിത്ര പൗർണമി ഉത്സവം നടത്തുന്നത്. ചിത്ര പൗർണമി ഉത്സവം നടക്കുന്ന ക്ഷേത്രം ഏതാണ്? പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന കണ്ണകി ക്ഷേത്രമായ മംഗളാദേവി ക്ഷേത്രം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. ചിത്ര പൗർണമി ഉത്സവം നടത്തുന്നത് കേരളം തമിഴ്നാടും കൂടെ സംയുക്തമായി ചേർന്നാണ്. അപ്പോൾ മാത്രമാണ് ആ ക്ഷേത്രം തുറക്കുന്നത്. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന കണ്ണകി ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം.
യുഫേയ വയനാഡെൻസിസ് എന്ന ശാസ്ത്രനാമമുള്ള തുമ്പിയെ വയനാട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. പശ്ചിമഘട്ട വയനാടൻ ഭൂപ്രകൃതിയിൽ നിന്ന് പുതിയ ഇനം തുമ്പിയെ കണ്ടെത്തിയതായിട്ട് ഗവേഷകർ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണ്? യുഫേയ വയനാഡെൻസിസ് അല്ലെങ്കിൽ വയനാടൻ അരുവിയൻ എന്നറിയപ്പെടുന്നു. ഭട്നഗർ ഫെലോഷിപ്പ് നേടുന്ന ആദ്യ മലയാളിയാണ് ഡോക്ടർ എ അജയഘോഷ്. ഭട്നഗർ ഫെലോഷിപ്പ് നേടുന്ന ആദ്യ മലയാളി ആരാണ്? ഡോക്ടർ എ അജയഘോഷ്. രസതന്ത്ര മേഖലയിലെ ഗവേഷണ സംഭാവനകൾക്ക് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നൽകുന്ന ഫെലോഷിപ്പാണ് ഭട്നഗർ ഫെലോഷിപ്പ്. ഭട്നഗർ ഫെലോഷിപ്പ് നേടുന്ന ആദ്യ മലയാളി ആരാണ്? ഡോക്ടർ എ അജയഘോഷ്. ഭട്നഗർ ഫെലോഷിപ്പ് നേടുന്ന ആദ്യ മലയാളി ഡോക്ടർ എ അജയഘോഷ്. കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച എന്തിനാണ് കിട്ടിയത്? തലനാടൻ ഗ്രാമ്പൂവിനാണ് കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ചത്. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ തലനാട് പഞ്ചായത്തിൽ കൃഷി ചെയ്യുന്ന ഗ്രാമ്പൂവാണ് കരയാമ്പൂ എന്ന തലനാടൻ ഗ്രാമ്പൂ. കോട്ടയം മീനച്ചിൽ താലൂക്കിലെ മലമ്പ്രദേശമായ തലനാട് പഞ്ചായത്തിൽ കൃഷി ചെയ്യുന്ന ഗ്രാമ്പൂവാണ് കരയാമ്പൂ എന്ന തലനാടൻ ഗ്രാമ്പൂ. കരയാമ്പൂ എന്ന തലനാടൻ ഗ്രാമ്പൂവിന് ഭൗമസൂചിക പദവി ലഭിച്ചു. കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ചത് എന്തിനാണ്? കരയാമ്പൂ എന്ന തലനാടൻ ഗ്രാമ്പൂവിനാണ്. അത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ മലമ്പ്രദേശമായ തലനാട് പഞ്ചായത്തിലാണ് ഗ്രാമ്പൂ കൃഷി ചെയ്യുന്നത്. ഇതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് GI ടാഗ് ലഭിച്ചത് ഏതിനൊക്കെയാണ്? കുംഭകോണം വെറ്റില, തോവാള മാണിക്യമാല എന്നിവയ്ക്കാണ് തമിഴ്നാട്ടിൽ നിന്ന് GI ടാഗ് ലഭിച്ചത്. കുംഭകോണം വെറ്റില, തോവാള മാണിക്യമാല. കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ചത് തലനാടൻ ഗ്രാമ്പൂവിനാണ്. കരയാമ്പൂ എന്ന തലനാടൻ ഗ്രാമ്പൂവിനാണ് ഭൗമസൂചിക പദവി ലഭിച്ചത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് പിന്മാറിയ രാജ്യമേതാണ്? ഹംഗറി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമാണ് ഹംഗറി. മൊത്തം 125 അംഗങ്ങൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗങ്ങളായിട്ടുണ്ട്. പക്ഷേ പ്രത്യേകം ഓർത്തു വെക്കുക, ഇസ്രയേൽ, റഷ്യ, USA, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗങ്ങൾ അല്ല. മൊത്തം 125 രാജ്യങ്ങൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗങ്ങളാണ്. അതിൽ നിന്ന് പിന്മാറിയ ആദ്യ യൂറോപ്യൻ രാജ്യമാണ് ഹംഗറി. ഇസ്രയേൽ, റഷ്യ, USA, ചൈന, ഇന്ത്യ എന്നിവ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗങ്ങൾ അല്ല. ഇസ്രയേൽ പ്രധാനമന്ത്രി ആരാണ്? ബെഞ്ചമിൻ നെതന്യാഹു. ഇന്ന് ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ ആണ്. തീം എന്താണ്? ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറാണ് പൂനം ഗുപ്ത. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റതാരാണ്? പൂനം ഗുപ്ത. കേന്ദ്ര സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. കേന്ദ്ര സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ ആരാണ്? അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. ഏറ്റവും വലിയ സമ്പന്നയായി തിരഞ്ഞെടുത്തത് സാവിത്രി ജിൻഡാൽ. ഏറ്റവും വലിയ സമ്പന്നയായി തിരഞ്ഞെടുത്ത ആരാണ്? സാവിത്രി ജിൻഡാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്ന എന്ന പദവി സ്വന്തമാക്കി OP ജിൻഡാൽ ഗ്രൂപ്പിൻ്റെ മേധാവിയും ഹരിയാന MLAയുമായ സാവിത്രി ജിൻഡാൽ. രാജ്യത്തെ സമ്പന്നരുടെ പട്ടികയിൽ മുകേഷ് അംബാനിക്കും ഗൗതം അദാനിക്കും പിന്നിൽ 3ാമതാണ് സാവിത്രി ജിൻഡാൽ. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.